ഇമാജിൻ ചെയ്യുക, ഒരു ദിവസം നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ലേറ്റ് ആയിട്ട് കയറി ചെല്ലുകയാണ്. കയറി വരുന്ന വഴി തന്നെ ഒരു ബാഗിൽ തട്ടി നിങ്ങൾ ഉരുണ്ട് മറിഞ്ഞ് വീണ് നിങ്ങൾ മെല്ലെ കണ്ണിങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്കും എല്ലാ ക്ലാസ്സും നിങ്ങളെങ്ങനെ സ്റ്റെയർ ചെയ്യാണ്. ടീച്ചർ ഒരുമാതിരി പുച്ഛഭാവത്തിൽ നോക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടി ആൺകുട്ടി നിങ്ങളെ കാണുകയും ചെയ്തു. ഒരുമാതിരി നാണക്കേട് അവസ്ഥയാണ്. ബേസിക്കലി ഒരു സ്പോട്ട്ലൈറ്റ് നിങ്ങളുടെ മേലെ വീണ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവും. എന്നാൽ ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ആരും കണ്ടിട്ടില്ല എന്നും അത് ആരും ഇനി ഓർത്തു വെക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ. ഇതിനെ നമ്മൾ സ്പോട്ട്ലൈറ്റ് എഫക്ട് എന്ന് വിളിക്കുന്നത്. ഈ സ്പോട്ട്ലൈറ്റ് എഫക്ട് എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് എഫക്ട് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാര്യമായിട്ടിരുന്ന് ഇങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗിനെയാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് എഫക്ട് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെയാണ് സാധാരണ സമയത്തൊക്കെ നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുമെങ്കിലും ആരെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടപ്പൊക്കെ കുറച്ചൊന്നും മാറും. കാരണം നമുക്ക് ആ സ്പോട്ട്ലൈറ്റ് ആയ ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുപോലത്തെ കുറച്ച് കോമഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും നോട്ടീസ് ഇല്ല എന്നാണോ? അല്ല, ആൾക്കാരെ നോട്ടീസ് ചെയ്യും, പക്ഷേ ഒരു അര സെക്കൻഡത്തേക്ക് മാത്രം. ആ അര സെക്കൻഡ് കഴിഞ്ഞാൽ അവരുടെ ലോകത്തായി. പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്താണ്? അയ്യോ, എല്ലാവരും എൻ്റെ മുടി ഇങ്ങനെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ മനസ്സിൽ എന്നെ പുച്ഛിക്കുന്നുണ്ടാവും, അവർ തമ്മിൽ ചിലപ്പോൾ എന്നെ കളിയാക്കുന്നുണ്ടാവും, നമ്മൾ ഇങ്ങനെ ഭയങ്കര ആദിയാണ് നമുക്ക്. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ്? റിയാലിറ്റിയിൽ നിങ്ങളെ കണ്ട ആൾക്കാർ അര സെക്കൻഡോട് ആ കാര്യമൊക്കെ മറന്ന് അവരുടെ ലോകത്തിലാണ്. അവരാലോചിക്കുന്നത് അവരുടെ പുതിയ ടീഷർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവോ, രാവിലെ പല്ലേക്കാത്തതിന് മണം ഉണ്ടാവോ, ഉച്ചയ്ക്ക് മാത്സ് പേപ്പർ ഇട്ടും അതിൽ പാസ്സാവോ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് അവരുടെ തന്നെ ലോകത്തിലാണ്. ഇതിന്റെ റീസൺ എന്താ? ഇതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ സിനിമയിൽ അവർ തന്നെയാണ് ഹീറോ. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് ആയ പോലെ തന്നെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹീറോ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അസ്യൂം ചെയ്യും ബാക്കിയുള്ളവരുടെ ജീവിതത്തിലും നമ്മൾ ഹീറോ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ മുഴുവൻ നമ്മുടെ ചിന്തകൾ മുഴുവൻ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് എക്സ്ട്രാപോളേറ്റ് ചെയ്യും, ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക എന്നുള്ളത്. ഈ ഒരു സംഭവമാണ് ഈ സ്പോട്ട്ലൈറ്റ് എഫക്റ്റിന്റെ ബേസിക് ഫണ്ടമെന്റൽ റീസൺ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ അടിച്ചുവിടാന്ന്? ഒരിക്കലുമല്ല. ഈ ഒരു മനുഷ്യൻ വലിയ സയന്റിസ്റ്റ് ആണ്, തോമസ് ജിലോവിച്ച് എന്ന് പറഞ്ഞ. ഈ പുള്ളി ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് മൂപ്പര് ഒരു നല്ല കൂൾ ടീഷർട്ട് കൊടുത്തു. കൂൾ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ടീഷർട്ടിൽ അവിടുത്തെ അമേരിക്കയിലെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ മുഖം പ്രിന്റ് ചെയ്തൊരു ടീഷർട്ട് അത് ഇട്ടിട്ട് കോളേജിൽ പോകാൻ പറഞ്ഞു. ഞാൻ പ്രിന്റ് ചെയ്ത ആളെ അത്യാവശ്യം അടിപൊളിയൊക്കെ ആയിരുന്നു, പക്ഷെ അതിങ്ങനെ പ്രിന്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കുറച്ച് ക്രിഞ്ചല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇട്ട ടീഷർട്ട് എത്ര പേര് ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. എന്നിട്ട് അവരോട് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മിക്ക ആൾക്കാരും ഓൺ ആവറേജ് പ്രിഡിക്റ്റ് ചെയ്തത് 50% ആൾക്കാർ, അതായത് പകുതി ആൾക്കാരെങ്കിലും എൻ്റെ ടീഷർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ റിയാലിറ്റിയിൽ ബാക്കിയുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ മനസ്സിലായി 50ൽ പകുതി പോലും, അതായത് 23% കുട്ടികളെ ടോട്ടലായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് വരെയുള്ളൂ. അപ്പൊ ഇതിനർത്ഥം നമ്മൾ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് പറഞ്ഞ് വീഴുന്നോ തലകുത്തി വീഴുന്നോ ഒക്കെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ആണ്. റിയാലിറ്റിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇട്ട തുണിയൊന്നും ആക്ച്വലി അത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഈ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെ അത് ഓർത്ത് വെക്കാനോ അവർ പോകുന്നില്ല. കാരണം അവരുടെ കഥയിലെ ഹീറോ അവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ജിമ്മിൽ ഇങ്ങനെ സ്ക്വാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ ആ മസിൽ ജിമ്മൻ അവൻ വിചാരിക്കുന്നുണ്ടാവോ ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അയ്യോ ആ പെൺകുട്ടി വിചാരിക്കുന്നില്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അതൊന്നും ആയിരിക്കില്ല. ആ ജിമ്മൻ ആലോചിക്കുന്നത് അടുത്ത കോമ്പറ്റീഷനിൽ ഇങ്ങനെ പോയാൽ തോക്കൂലോ. ആ പെൺകുട്ടി ചിലപ്പോൾ ട്രെഡ്മിൽ നടക്കുമ്പോൾ ആലോചിക്കുന്നത് ഈ ട്രെഡ്മിലൊന്നും ഞാൻ തീർന്നു കിട്ടാൻ മതിയല്ലോ, എന്നിട്ട് വൈകുന്നേരം പോയിട്ട് വേണമെങ്കിൽ ബിരിയാണി അടിക്കാന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. ബേസിക്കലി എല്ലാവരും അവരവരുടെ ലോകത്താണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. ദിസ് ഈസ് എക്സാക്ട്ലി സ്പോട്ട്ലൈറ്റ് എഫക്ട്. ഇത് ജിമ്മിന് മാത്രമല്ല, ഈവൻ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അതിന് കാരണം എന്താണ്? നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ ഞാൻ ഈ മണ്ട ഡൗട്ട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, എൻ്റെ ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും, അവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് വരും. പക്ഷെ റിയാലിറ്റിയിൽ ഓരോ ആൾക്കാർ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരലിക്കോ ഞാൻ ഈ പൊട്ടത്തരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ടീച്ചർ എന്നോട് എന്തെങ്കിലും ചോദിക്കുമോ, അല്ലെ അവരവരുടെ വൈകുന്നേരത്തെ പരിപാടിയോ അല്ലെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ കൈ ഡൗട്ട് ചോദിച്ചാലും ആ ഒരു സെക്കൻഡ് മാത്രം നിങ്ങളെ നോക്കിയിട്ട് അവരുടെ ലോകത്തെ ആവും. ഇത് അത്രത്തോളം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ് റൂമിൽ വേറെ ആരും ഡൗട്ട് ചോദിച്ചാൽ ഒബ്വിയസ്ലി നിങ്ങളൊരു സെക്കൻഡത്തേക്ക് നോക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അയ്യോ അവൻ എന്തിനാ ഡൗട്ട് ചോദിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ല, നിങ്ങൾ ലോകത്തായിരിക്കും. ബിക്കോസ് വീണ്ടും അവനല്ല നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ, നമ്മളാണ് നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? ബാക്കിയുള്ളവരുടെ ലൈഫിലെ ഹീറോ നമ്മളാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. വേറെയും പല സിറ്റുവേഷനിൽ നിങ്ങൾ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ടീച്ചർ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവന്തിക 19 ഔട്ട് ഓഫ് 20, റോഹൻ 18 ഔട്ട് ഓഫ് 20, വിനായക് 19 ഔട്ട് ഓഫ് 20, രാഹുൽ
12 out of 20 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് എണീറ്റ് നമ്മൾക്ക് എന്താണ് ഫുൾ സ്ലോ മോഷനിലായിരിക്കും ഫീൽ ചെയ്യുക. അപ്പുറത്തിരിക്കുന്ന കുട്ടിയൊക്കെ ഒരുമാതിരി ഫെയിലിയർ എന്നുള്ള ഒരു ഭാവത്തോടെയാണ് എന്നെ നോക്കുന്നത്, ടീച്ചർ ഒരു പുച്ഛ ഭാവത്തോടെയാണ് നോക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്പോട്ട് ലൈറ്റ് നമ്മുടെ മേത്ത് വീണൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? റിയാലിറ്റിയിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഇരുന്ന് ചിന്തിക്കുന്നത് അവർ പാസ്സാവുമെന്നും മുന്നിലിരിക്കുന്ന ടോപ്പർ അവന്റെ പെർസെന്റേജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, എക്സ്ട്രാ വല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യത നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആരും നിങ്ങളുടെ കാര്യം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ യു ഫീൽ ലൈക്ക് ദേ മൈൻഡ് yours and you feel like they have a spotlight on you. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റോറി ഇട്ടിട്ട് ആരും അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആരും അത് കാണുന്നില്ല. നമ്മളെന്താ വേഗം വിചാരിക്കും, അയ്യോ എൻ്റെ ഫിൽറ്റർ ശരിയാത്തതുകൊണ്ടാണോ, അല്ലെ ഞാൻ വല്ല ക്രിഞ്ചായിട്ടുള്ള പോസ്റ്റാണോ ഇട്ടത്, ആർക്കും എൻ്റെ ഇഷ്ടപ്പെട്ടില്ലേ. റിയാലിറ്റിയിൽ എന്താണ്? റിയാലിറ്റിയിൽ അതൊന്നും ആയിരിക്കില്ല. റിയാലിറ്റിയിൽ നമ്മളെല്ലാവരും സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ സ്റ്റോറി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക, അയ്യോ ഇവൻ്റെ ക്രിഞ്ചാണോ, അല്ലെ ഇവൻ്റെ അത് ഫിൽറ്റർ ശരി, അങ്ങനെയൊന്നല്ല നമ്മൾ നോക്കുക. ഓരോ ആൾക്കാരും പെർ സെക്കൻഡ് 2-3 സ്റ്റോറി ഇങ്ങനെ ഞെക്കി പോകുന്ന സമയത്ത് കാണുന്ന മറ്റൊരു സ്റ്റോറി മാത്രമേ നിങ്ങളുടെ ഉള്ളൂ. അതിൽ ഭയങ്കരമായൊരു ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്യായിരിക്കും. അതല്ലെങ്കിൽ സാധാരണ ആണെങ്കിൽ അവർ സാധാരണ എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് പോകും. അതല്ലാതെ നിങ്ങളുടെ സ്റ്റോറിയുടെ മുകളിൽ ഭയങ്കര ജഡ്ജ്മെന്റോ ഒരു കാര്യവും ആരും ചെയ്യാറില്ല. അതിന് ചെയ്യാനുള്ള എഫേർട്ട് ആർക്കും ഇല്ല. എന്ന് മാത്രമല്ല, അവരവരുടെ ലോകത്തിലുള്ള സ്പോട്ട് ലൈറ്റിലായതുകൊണ്ട് അവർ ചിന്തിക്കുക, ഞാൻ ഇടുന്ന പോസ്റ്റോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നൊക്കെ ആയിരിക്കും. അപ്പൊ ബേസിക്കലി പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ മുന്നിൽ വെച്ച് ഉരുണ്ടു മറിഞ്ഞ് വീണത് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റിയിൽ ഒരു അര സെക്കൻഡ് കൊണ്ട് എല്ലാവരും അത് മറന്ന് അവരവരുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മൾ ആ ദിവസം മൊത്തം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ടില്ലേ, ഞാനൊരു മണ്ടനെ പോലെ ആയില്ലേ, അത് വീഴാതിരുന്നാൽ മതിയായിരുന്നു, ആ ബാഗ് അവിടെ ആരാ കൊണ്ടുവച്ചത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യം, സോ വാട്ട്? ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നതോടെ നിങ്ങൾ ആക്ച്വലി ലിബറേഷൻ ആണെന്ന് കിട്ടുന്നത്. നിങ്ങൾ ലിബറേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് ഒരു സെൻസിൽ ഒരു ഇല്യൂഷൻ ആണ്. നിങ്ങൾ വിചാരിക്കുകയാണ് ബാക്കിയുള്ളവർ നിങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്നത്. ഇൻ റിയാലിറ്റി അവരത്രയും ശ്രദ്ധിക്കുന്നില്ല, അവരത്രയും കെയർ ചെയ്യുന്നില്ല, അവരത്രയും ഓർത്ത് വെക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു മണ്ട ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം റിയാലിറ്റിയിൽ നോബഡി കെയർസ്, ആരും നോക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ വെറുതെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. സയന്റിഫിക്കലി ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ, ആരും കെയർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫേവറേറ്റ് ടീഷർട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വീണ്ടും ആരും അത്രയും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. ഡാൻസ് കളിക്കാൻ അറിയാത്തവരാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഡാൻസ് സ്റ്റെപ്സിനെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കാനും മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരും ജഡ്ജിന്ന് പോയിട്ട് നോക്കുന്നവരില്ല. അതേസമയം എന്തെങ്കിലും ലൈഫിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുമ്പോൾ, അയ്യോ മറ്റവൻ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു റിയലൈസേഷൻ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി ലിബറേഷൻ തരാൻ പോകുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.